ഈശാവാസ്യോപനിഷത്ത് 13-ാമത്തെ പേജിൽ അല്ലേ? ഒരു സെഷൻ കഴിഞ്ഞു കേട്ടോ. എവിടെ? ശുദ്ധ ബ്രഹ്മജ്ഞാനവും കർമ്മവും എന്തുകൊണ്ട് ഒരാളിൽ തന്നെ പറ്റത്തില്ല എന്നുള്ളതിന്റെ ചോദ്യോത്തരം കുറെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് തുടങ്ങാണ്. അതായത് TK-യിൽ അവസാനം വന്നത് എന്താണ്? സമുച്ചയ താത്പര്യം മന്ത്രദ്വയസ്യ. എന്നാ സമുച്ചയ താത്പര്യം മന്ത്രദ്വയസ്യ? 4-ാം പങ്ക്തിയിൽ സമുച്ചയത്തിൽ മന്ത്രദ്വയങ്ങൾക്ക്, അതായത് വിശ്വാസമിതം സർവം എന്ന് തുടങ്ങുന്ന 1-ാമത്തെ മന്ത്രത്തിനും ജീവിഷ ചതവും സമാഹ എന്ന് തുടങ്ങുന്ന 2-ാം മന്ത്രം അല്ലേ? പുറതന്യവേഹ കർമാണി ജീവിഷ ചതവും സമാഹ, ഈ 2 മന്ത്രങ്ങൾക്കും സമുച്ചയത്തിൽ താല്പര്യമില്ല, സമുച്ചയം പറയാൻ വേണ്ടി അല്ല എന്നർത്ഥം. ഇനി നമ്മൾ ടീക്ക തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കർത്തൃത്വാദി അധ്യാശാശ്രയം കർമ്മ ശുദ്ധത്വ അകർത്തൃത്വാദി ജ്ഞാനേന ഉപമൃദ്യത ഇതി സംബന്ധഗ്രന്ഥേ യഥോക്തം സഹാനവസ്ഥാനലക്ഷണം വിരോധം കിം ന സ്മരസി. നമ്മൾ ഭാഷ്യത്തിൽ എന്താ കണ്ടത്? 1-ാം പങ്ക്തിയില് ജ്ഞാനകർമ്മണോഹോ വിരോധം പർവ്വതവത് അകമ്പ്യം യഥോക്തം ന സ്മരസി കിം. ഇതിനെയാണ് ഇനി ടീക്കയിൽ വ്യാഖ്യാനിക്കുന്നത്. ജ്ഞാനകർമ്മണോഹോ ജ്ഞാനസ്യ കർമ്മണശ്ച ഇതി ജ്ഞാനകർമ്മണോഹോ, ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും എന്ത് വിരോധം, അവ തമ്മിലുള്ള പരസ്പര വിരോധം ഏതുപോലെയാ? പർവ്വതവത് അഗമ്പ്യം, പർവ്വതം ഇളകാത്തത് പോലെ ഇളകത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ഇവ തമ്മിൽ വിരോധം നിലനിൽക്കുന്നുണ്ട്. ഉപാസനയും കർമ്മവും തമ്മിൽ വിരോധമുണ്ടോ? ഇല്ല. ഒരാൾക്ക് തന്നെ ഉപാസനയും കർമ്മവും ചെയ്യാൻ പറ്റുന്നതാണോ പറയുന്നത്? പറ്റും. അതെ, ഉപാസനയും കർമ്മവും ഒരാൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെയുള്ള ജ്ഞാനം എന്ന് ഉദ്ദേശിച്ചത് ഉപാസനയല്ല, മറിച്ച് ശുദ്ധ ബ്രഹ്മജ്ഞാനമാണ്. ശുദ്ധ ബ്രഹ്മജ്ഞാനവും കർമ്മവും തമ്മിൽ വിരോധമുണ്ട്. അതെന്തുകൊണ്ടാ? അതായത് കർമ്മം ചെയ്യണമെങ്കിൽ കർത്തൃത്വ ബുദ്ധി ഉണ്ടായിരിക്കണം. ജ്ഞാനത്തോടു കൂടി അജ്ഞാനം നഷ്ടപ്പെട്ടാൽ അജ്ഞാന കാര്യമായിരിക്കുന്ന കർത്തൃത്വം നഷ്ടപ്പെട്ടു പോയി. കർത്തൃത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ആ ജ്ഞാനിയിൽ കർമ്മം സംഭവിക്കത്തില്ല. ഇതിനെയാണ് ഇനി നമ്മൾ വിശദീകരിക്കുന്നത്. കർത്തൃത്വാദി അധ്യാസ ആശ്രയം കർമ്മ. കർത്തൃത്വം എവിടെ ഇരിക്കും? അന്ധകരണത്തിലിരിക്കും. അതിന്റെ അധ്യാസം എങ്ങോട്ട് നടക്കും? ചേതനിലേക്ക് പോകും. ചേതനിലേക്ക് പോകും. ഏത് ചേതനിലേക്ക് പോകും? അന്ധകരണാവച്ഛിന്ന ചേതന. ബസ് സിമ്പിൾ അല്ലേ? അന്ധകരണമായിട്ട് താതാത്മ്യം വന്നത് കൊണ്ടല്ലേ അന്ധകരണത്തിലെ വൃത്തികൾ ചേതനിലേക്ക് പാസ് ചെയ്തത്. അന്നപ്പോൾ ഏത് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? അന്ധകരണമായിട്ട് സംബന്ധമുള്ള ചേതനല്ലേ. അന്ധകരണമായിട്ട് സംബന്ധം ഇല്ലാത്ത ഏതെങ്കിലും ചേതന ഉണ്ടോ? അന്ധകരണ സംബന്ധം ശുദ്ധ ചൈതന്യം. ബ്രഹ്മം. അന്നപ്പോൾ പറയാണ് കർത്തൃത്വം ഭോക്തൃത്വം ഇതൊക്കെ അധ്യാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. എവിടെ? ചേതനനിൽ എന്ന് മനസ്സിലാക്കിയോ? അപ്പൊ ഇതെവിടെയാണ് ഉണ്ടായിരുന്നത്? ആരാണോ കർമ്മം ചെയ്തത് അവനിൽ. ആരാ കർമ്മം ചെയ്ത്? ഒരു അന്ധകരണവും കർമ്മം ചെയ്യത്തില്ല, ഒരു ചേതനും കർമ്മം ചെയ്യത്തില്ല. പിന്നെ ആരാ കർമ്മം ചെയ്യുക? അന്ധകരണം അവച്ഛിന്നനായിരിക്കുന്ന ജീവനെ കർമ്മം ചെയ്യത്തുള്ളൂ. അവിടെയും ചേതനൻ നിർലേപനായതുകൊണ്ട് എന്തു കുറ്റവും വന്നു കയറിയാൽ അത് ചേതന്റെ ഉപാധിയായിരിക്കുന്ന അവിദ്യക്ക് കൊടുത്തേക്കുക, അല്ലെങ്കിൽ അന്ധകരണത്തിന് കൊടുത്തേക്കുക. എന്നിട്ട് ചേതനിലേക്ക് അതിന്റെ അധ്യാരവും പറയാം, അധ്യാസം പറയാം. ഇതാണ് ഇവിടെയും ചെയ്തത്. കർത്തൃത്വത്തിന്റെ അധ്യാസം നടന്നിട്ടുണ്ട്. എവിടെ? ചേതനില്. ആ അധ്യാസത്തെ ആശ്രയിച്ചും കൊണ്ടാണ് കർമ്മം ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചേതനയിൽ കർത്തൃത്വം ഇല്ലായിരുന്നുവെങ്കിൽ, ഏത് കർത്തൃത്വം? ആധ്യാസിക കർത്തൃത്വം. അധ്യസ്ഥമായി വന്നിരിക്കുന്നത് നമ്മൾ ആധ്യാസികം എന്ന് പറയാം. അധ്യസിക്കപ്പെട്ട. അപ്പോൾ അധ്യസിക്കപ്പെട്ടിരിക്കുന്ന ഒരു കർത്തൃത്വം ചേതനിൽ ഇല്ലായിരുന്നുവെങ്കിൽ ചേതനിൽ ഒരിക്കലും കർമ്മം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ കർമ്മം ഏതിനെ ആശ്രയിച്ചായിരിക്കുന്നത്? ചേതനിൽ അധ്യസിക്കപ്പെട്ടിരിക്കുന്ന കർത്തൃത്വത്തെ ആശ്രയിച്ചായിരിക്കുന്നത്. ചെറിയ പങ്ക്തിയാണെങ്കിലും ഇതിനെ വലിച്ചു നീട്ടിയാൽ കുറെ അർത്ഥമുണ്ട് അവിടെ. അവര് വളരെ ഷോർട്ടാക്കി എഴുതി വെച്ചിരിക്കുകയാണ്. കർമ്മ, കർമ്മകർമ്മിണി കർമാണി എന്നാണ്. മലയാളി അതിനോട് കൂടി അമ്മിട്ട് കൊടുക്കുന്നതാണ്. കർമ്മം എന്ന് പറയും. സംസ്കൃതത്തിൽ ഇത് കർമ്മ എന്നേ ഉണ്ടാവത്തുള്ളൂ. കർമ്മ കർമ്മിണി കർമാണി എന്ന രൂപം വരും. അന്നപ്പോൾ ഈ കർമ്മം പോലും എങ്ങനെ വരുന്നതാണ്? കർത്തൃത്വത്തെ ആശ്രയിച്ച് വരുന്നതാണ്. ഈ കർത്തൃത്വം എവിടെയുള്ളത്? ചേതനില്. ചേതനിൽ എങ്ങനെ കർത്തൃത്വം വന്നു? ആധ്യാസികമായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്തൃത്വം അധ്യസിക്കപ്പെട്ടിരിക്കുകയാണ്. കർത്തൃത്വ അധ്യാസത്തെ ആശ്രയിച്ചും കൊണ്ടാണ് കർമ്മം ഇരിക്കുന്നത്. എന്നിട്ടോ ആ കർമ്മം ഉപമൃദ്യതേ,
ഉപമർദ്ദനം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് നഷ്ടപ്പെടും. എപ്പോൾ? ശുദ്ധത്വ അകർത്തൃത്വാദി ജ്ഞാനേന. ശുദ്ധോഹം അകർത്താഹം എന്ന് പറഞ്ഞാൽ ആരുടെ ജ്ഞാനമാണിത്? പറ. ശുദ്ധോഹം അകർത്താഹം എന്നുള്ള ജ്ഞാനം ആരുടെ ജ്ഞാന? പരമാത്മാവിന്റെ ജ്ഞാനം. നിത്യശുദ്ധ ആർക്കാ ഉണ്ടാവുന്നേ? ബുദ്ധമുക്ത ആർക്കാ ഉണ്ടാവുന്നേ? ജ്ഞാനിക്ക്. ജ്ഞാനിക്ക് അപ്പൊ പരമാത്മാവിന്റെ ജ്ഞാനം ഉണ്ടാവുന്നു പറയാൻ പറ്റുമോ? അങ്ങനെ വേണമെങ്കിലും പറയാം. പറയാം. അന്ധക്കരണം സിദ്ധമായതിന് ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. ജ്ഞാനം ഉണ്ടാവും. ആര് പറഞ്ഞ ജ്ഞാനം ഉണ്ടാവില്ല? പ്രക്രിയ സൈഡ് മൊത്തം പോകുന്നത് ബുദ്ധിയുടെ വിഷയമാണ് ബ്രഹ്മാന. അതായത് വൃത്തിവ്യാപ്തി ഫലവ്യാപ്തികളിൽ വൃത്തിവ്യാപ്തി മാനിച്ചും കൊണ്ട് ചേതനം ബുദ്ധിക്ക് വിഷയമാവും. അതിനെന്ത് വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി അല്ലേ? അതാണ് പ്രശ്നം. അത് നമ്മൾ പിന്നെ സംസാരിക്കും. ഇപ്പോൾ ഈ പങ്ക്തി പോട്ടെ. അപ്പോൾ അതായത് ബൃഹദാരണ്യകത്തിലെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ഏത്? അറിയുന്നവൻ അവൻ സ്വയം അറിയാണ്, സ്വരൂപത്തെ അറിയണത്. ഏതിനെ അറിഞ്ഞിട്ട് അവൻ സർവമായി എന്നുള്ള ചോദ്യത്തിന് തദാത്മാനമേവാവേ തസ്മാത് തത്സർവം അഭവതുന്ന. അവൻ തന്നെത്തന്നെ അറിഞ്ഞു, അതുകൊണ്ട് അവൻ സർവമായി. താൻ തന്നെത്തന്നെ അറിയാണത്. അതായത് ജീവന് ബ്രഹ്മബോധം ഉണ്ടാകുമ്പോൾ ജീവൻ മനസ്സിലാക്കുന്നത് ഞാനായിരിക്കുന്ന ഒരു ജീവന് ബ്രഹ്മ സ്വരൂപ ബോധം ഉണ്ടായെന്നല്ല. ഞാനായിരിക്കുന്ന ബ്രഹ്മം എന്നുള്ളതിനെ അവൻ തിരിച്ചറിയാണ്. ഞാനായിരിക്കുന്ന ബ്രഹ്മം എന്ന് അവനെ തന്നെ തിരിച്ചറിയാണ്. അതായത് ഇപ്പോൾ അവൻ ജീവനായിട്ട് ഇവിടെ അഭിമാനിച്ചിരിക്കുകയാണ്. അവനാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് ശ്രുതി, നീ ഈ ജീവനല്ല, നീ പരമാത്മാവാണ്. അന്നപ്പോൾ അവൻ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ പരമാത്മാവാണെന്ന. അപ്പോൾ അവന്റെ ബോധം എവിടെയായിരിക്കും? പരമാത്മാവിലായിരിക്കും. എങ്ങനെ? ഞാനെന്ന്. അതിന് കാരണമായിട്ടാണ് എന്ത് പറയുന്നത്? കർത്തൃത്വാദികളുടെ നാശം വരും എന്ന് പറയുന്നത്. അല്ല, അതിന് കാരണമായിട്ട് വേണ്ട. അവിടെ എങ്ങനെ മതി? ശുദ്ധത്വ അകർത്തൃത്വാദി ജ്ഞാനാണ്. ശുദ്ധത്വ അകർത്തൃത്വാദി ജ്ഞാനം എങ്ങനെയാണത്? ഞാൻ ശുദ്ധ പരമാത്മാ എന്നുള്ള ജ്ഞാനമാണിത് ശുദ്ധത്വ അകർത്തൃത്വം എന്ന് പറഞ്ഞവിടെ വെച്ചിരിക്കുന്നത്. അതായത് ജഗത് ലേശം, ജഗത് സംബന്ധം എനിക്കില്ല, ഞാൻ നിത്യശുദ്ധ ബുദ്ധിമുക്തനായിരിക്കുന്ന പരമാത്മാവാണ് എന്നുള്ള ജ്ഞാനത്താൽ എന്ത് നഷ്ടപ്പെട്ടു പോകും? അവിദ്യ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ പങ്ക്തിയില്ല, ബാക്കി നിങ്ങൾ ചേർത്തോളണം. അവിദ്യ നഷ്ടപ്പെട്ടാൽ അവിദ്യ കാര്യമായിരിക്കുന്ന എന്ത് നഷ്ടപ്പെടും? കർത്തൃത്വ അധ്യാസം നഷ്ടപ്പെടും. ഇവര് മൊത്തം വെക്കത്തില്ല, ബാക്കിയെല്ലാം നിങ്ങൾ കൊണ്ടച്ച് ഫിക്സ് ചെയ്തുകൊള്ളണം. ശുദ്ധത്വ അകർത്തൃത്വാദി ജ്ഞാനേന എന്ന് പറഞ്ഞു. അതായത് ഞാൻ നിത്യശുദ്ധ ബുദ്ധിമുക്ത സ്വരൂപനായിരിക്കുന്ന പരമാത്മാ എന്നുള്ള ജ്ഞാനത്താൽ എന്ത് നഷ്ടപ്പെടും? അതിന്റെ വിപരീതമായിരിക്കുന്ന അജ്ഞാനം നഷ്ടപ്പെടും. അല്ലാതെ എന്ത് നഷ്ടപ്പെടാന്? അജ്ഞാനം നഷ്ടപ്പെട്ടാലോ അജ്ഞാനത്തിന്റെ കാര്യമായിരിക്കുന്ന കർത്തൃത്വം നഷ്ടപ്പെടും. കർത്തൃത്വം നഷ്ടപ്പെട്ടാലോ കർത്തൃത്വത്തെ ആശ്രയിച്ചിരിക്കുന്ന കർമ്മ നഷ്ടപ്പെടും. അപ്പൊ ജ്ഞാനിയില് കർമ്മം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? ചോദിച്ചതിനെ പറഞ്ഞ കർത്തൃത്വം നഷ്ടപ്പെട്ടതുകൊണ്ട്. കർത്തൃത്വം നഷ്ടപ്പെട്ടുകൊണ്ട്. കർത്തൃത്വം നഷ്ടപ്പെടാൻ കാരണം എന്താ? അജ്ഞാനം നഷ്ടപ്പെടാൻ കാരണം എന്താ? അകർത്തത്വ ജ്ഞാനം. ബസ് ശുദ്ധത്വ അകർത്തൃത്വാദി ജ്ഞാനത്താൽ ഇവിടെ ബാക്കിയില്ല, അജ്ഞാനം നഷ്ടപ്പെട്ടു. അജ്ഞാനം നഷ്ടപ്പെട്ടത് കൊണ്ട് കർത്തൃത്വം നഷ്ടപ്പെട്ടു. കർത്തൃത്വം നഷ്ടപ്പെട്ടത് കൊണ്ട് കർത്തൃത്വത്തെ ആശ്രയിച്ചിരിക്കുന്ന കർമ്മ ഉപമർദ്ധ്യത. ഇത്ര എണ്ടി സാധനം. കർമ്മത്തിന്റെ ഉപമർദ്ദനം നഷ്ടപ്പെടൽ നേരിടും. ഇതി എന്നുള്ളത് കൊണ്ട് ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി അവർ സംസാരിക്കുകയാണ് കോമേട്ടോ. സംബന്ധ ഗ്രന്ഥ യഥോക്തം. ഈ മന്ത്രം തുടങ്ങുന്നതിന് മുന്നേ, ഇത് 1-ാം മന്ത്രം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഗ്രന്ഥഭാഗം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെയാണ് സംബന്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. ആ സംബന്ധ ഗ്രന്ഥ ഭാഗത്ത് യഥോക്തം സഹ അനവസ്ഥാനലക്ഷണം വിരോധം കിംന സ്മരസി. ഇതാണ് നമ്മൾ ഭാഷ്യത്ത് കാണുന്നത്. പർവതവത് അകമ്പ്യം ജ്ഞാന കർമ്മണോർ വിരോധം യഥോക്തം ന സ്മരസിക്കും. നീ സ്മരിക്കുന്നില്ലേ? എന്ത്? മുമ്പ് പറഞ്ഞിരിക്കുന്ന ജ്ഞാനകർമ്മങ്ങൾ തമ്മിലുള്ള പർവ്വതം പോലെയുള്ള ചലനാഭാവത്തെ നീ സ്മരിക്കുന്നില്ലേ? ഇതിനെ ഒന്നുകൂടി എടുത്തു കാണിക്കാൻ ടീക്കയില് സംബന്ധ ഗ്രന്ഥത്തിലാണത് പറഞ്ഞത്. യഥോക്തം സഹ അനവസ്ഥാന ലക്ഷണം. ഒന്ന് ചിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? സഹ അവസ്ഥാനമാവും. മറ്റൊന്ന് വേറൊന്നിനോട് കൂടി ഇരുന്നാൽ രണ്ടും സഹ അവസ്ഥിതങ്ങളായി മാറും. അവയാണ് സഹ അവസ്ഥാന സ്വരൂപത്തോടു കൂടിയത്. അങ്ങനെ അല്ലെങ്കിൽ എന്തായി മാറും? സഹ അനവസ്ഥാന ലക്ഷണ സ്വരൂപങ്ങളായി മാറും. എന്ന് പറഞ്ഞാൽ അവയൊന്നും തന്നെ പരസ്പരം ഒന്നിച്ചിരിക്കത്തില്ല എന്നുള്ള വിരോധം. വിരോധം എന്താണ് സ്വരൂപം? സഹ അനവസ്ഥാന ലക്ഷണം, അവസ്ഥിതിയിലെ വിരോധമാണ്. ഒന്നിച്ചിരിക്കത്തില്ല എന്നുള്ള വിരോധം. കിംന സ്മരസി, നീ സ്മരിക്കുന്നില്ലയോ? ഇതെവിടെയാണ്? ആദ്യം 5-ാം പങ്ക്തി കൊണ്ടോ. തസ്മാത് ഭാഷ്യമാണ്. തസ്മാത് ആത്മനോ അനേകത്വ
കർത്തൃത്വ ഭോക്തൃത്വാദി ച അശുദ്ധത്വ അപാപവിദ്ധത്വാദി ച ഉപാദായ ലോകബുദ്ധിസിദ്ധം കർമാണി വിഹിതാനി. ലോകബുദ്ധി സിദ്ധമായിരിക്കുന്ന കർമ്മങ്ങളെയാണ് വിധാനം നടത്തിയത്. ആർക്ക് വേണ്ടി? അജ്ഞാനിക്ക് വേണ്ടിയാ. അവനാണ് എന്തുള്ളത്? അനേകത്വവും കർത്തൃത്വവും ഭോക്തൃത്വവും അശുദ്ധത്വവും പാപവിദ്ധത്വങ്ങളൊക്കെ ഉള്ളത്. അതിനെ ഉപാദായം എന്ന് പറഞ്ഞാൽ അതിനെ ഗ്രഹിച്ചും കൊണ്ട് അതാർക്കാ ഉള്ളത്? അജ്ഞാനിക്ക്. അപ്പൊ അതിൽ കർത്തൃത്വത്തെ ഗ്രഹിച്ചും കൊണ്ടാണ് കർമ്മവിധാനം നടത്തിയത്. ഒരർത്ഥം കിട്ടിയോ? അപ്പോൾ കർമ്മം വേണമെങ്കിൽ എന്ത് വേണം? കർത്തൃത്വം. അല്ല, കർത്തൃത്വം വേണം. ഇനി മൂന്നാം പങ്ക്തി നോക്ക്, മൂന്നാമത്തെ പേജ് നോക്ക്. യാഥാത്മ്യഞ്ച ആത്മനഃ ശുദ്ധത്വ അഭാവവിദ്ധത്വ ഏകത്വ നിത്യത്വ അശരീരത്വ സർവഗതത്വാദി ഭക്ഷ്യമാണം തച്ച കർമ്മണാഭിരുദ്ധ്യതേ. അതായത് ആത്മാവിന്റെ സ്വരൂപം എന്നുള്ളത് ശുദ്ധത്വ അപാപവിദ്ധത്വാദികളാണ്. അത് കർമ്മമായിട്ട് വിരോധം നേരിടുന്നുണ്ട്. കാരണം കർമ്മം വേണമെങ്കിൽ കർത്തൃത്വം വേണം. ആത്മാവായിരിക്കട്ടെ ശുദ്ധബുദ്ധമുക്ത സ്വഭാവനാണ്. അവിടെ എന്തില്ല? കർത്തൃത്വം ഇല്ല. കർത്തൃത്വം ഇല്ല എന്നുള്ളത് കൊണ്ട് കർത്തൃത്വമില്ലാത്ത അധികരണമായിരിക്കുന്ന ചേതനില് കർത്തൃത്വത്തെ ആശ്രയിച്ചിരിക്കുന്ന കർമ്മം വരത്തില്ല. വിരോധോ കർമ്മണ വിരുദ്ധത. ഇപ്പം പിടി കിട്ടിയോ? എന്ന് പറഞ്ഞ ഇപ്പൊ എന്താ മനസ്സിലായതെന്ന് പറഞ്ഞു? കർത്തൃത്വം ഇല്ലാത്തത് കൊണ്ട് ചേതനില് കർമ്മവും ഇല്ല. കർമ്മമില്ല. ആ ചേതനിൽ എന്തുകൊണ്ടാ കർത്തൃത്വം ഇല്ലാത്ത? അവിദ്യ ഇരുന്നാലേ കർത്തൃത്വം വരത്തുള്ളൂ. നിത്യശുദ്ധ ബുദ്ധമുക്തനാണ് അവൻ. അവനിൽ അവിദ്യയില്ല. അവിദ്യ ഇല്ല എന്ന് മാത്രമല്ല, ധർമ്മങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്നാണ് കർത്തൃത്വം എന്നുള്ള ധർമ്മം ഇരിക്കുക? അപ്പൊ കർത്തൃത്വ ധർമ്മം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കർമ്മം ഇരിക്കത്തില്ല. ഇത് മുമ്പ് പറഞ്ഞത് മനസ്സിലായില്ലേ എന്നാണ് ചോദിച്ചത്. കിന്ന സ്മരസി, നീ സ്മരിക്കുന്നില്ലേ? നമ്മളെന്ത് പറയും? വിസ്മൃതം മയാ, അല്ലേ? അപ്പൊ ഒന്നുകൂടി നോക്കി മുന്നോട്ടേക്ക് ആ ഭാഗം. യേന നൈകാധികാരത്വം തയോ കൽപ്പയസി ഇത്യർത്ഥഃ. യേന, യേനയുടെ അർത്ഥം എന്തായിരിക്കും ഇവിടെ? ഇതൊരു ശൈലി പ്രയോഗമാണ്. ഇത് പല സ്ഥലത്ത് വന്നിരിക്കും. നേരെ തലതിരിഞ്ഞ അർത്ഥം എടുക്കുകയാണ് ഇപ്പോൾ. യേന, അങ്ങനെയായിരുന്നുവെങ്കിൽ. എങ്ങനെയായിരുന്നുവെങ്കിൽ? കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ. കർത്തൃത്വത്തിന്റെ ആശ്രയം ചേതൽ ഉണ്ടായിരുന്നുവെങ്കിൽ ടീക്കേ, നമുക്ക് എന്ത് പറയാമായിരുന്നു? കർമ്മവും അവിടെ പറയാമായിരുന്നു. കർമ്മവും പറയാൻ പറ്റുമ്പോൾ ജ്ഞാനവും കർമ്മവും ഒന്നിച്ചു വരാമായിരുന്നു. അതുകൊണ്ടാണ് അധികാരത്വം തയോഹോ കയോഹോ ജ്ഞാനകർമ്മണോഹോ ഏകാധികാരത്വം. ജ്ഞാനവും കർമ്മവും ഏക അധികാരിയുടെ വിശേഷണമായി മാറും. അധികാരിയുടെ വിശേഷണമായാൽ അത് അധികാരമായി. അധികാരത്തിൽ എന്തിരിക്കും? അധികാരത്വം. അധികാരം എന്തായി മാറും? കർമ്മവും ജ്ഞാനവും. ടീക്കേ, ഏന എന്നപ്പോൾ വിരോധമില്ലായിരുന്നുവെങ്കിൽ രണ്ടിലും കൂടി ഏകാധികാരത്വം വന്നു കയറിയനെ. ജ്ഞാനത്തിലും കർമ്മത്തിലും ഏകാധികാരത്വം എന്ന് പറഞ്ഞാൽ ഏകനായിരിക്കുന്ന വ്യക്തിക്ക് തന്നെ ജ്ഞാനവും കർമ്മവും അനുഷ്ഠിക്കാമായിരുന്നു. ഏന ഏകാധികാരത്വം തയോഹോ കൽപ്പയസി കൽപ്പയസി കൽപ്പയസി. കൽപ്പയതി എന്നായാലും കുഴപ്പമൊന്നുമില്ല. കൽപ്പയസിയുടെ കർത്ത നീ. കൽപ്പയതി എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ, വിരോധമില്ലായിരുന്നുവെങ്കിൽ രണ്ടിലും കൂടി ഏകാധികാരത്വം നീ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് കൽപ്പിക്കാമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുത്തൂല. അപ്പോൾ എന്ത് പറ്റി? വിരോധമുള്ളത് കൊണ്ട് ജ്ഞാനത്തിനും കർമ്മത്തിനും അധികാരി ഒന്നാവില്ല എന്നർത്ഥം കിട്ടി. ഭാഷ്യത്തിന്റെ വ്യാഖ്യാനം കഴിഞ്ഞ് സ്മരസിക്കും എന്നുള്ളത് വരെ. ഇനി ടീക്കയിൽ പറയാണ്, മന്ത്രലിംഗാദപി തയോർ ഭിന്നാധികാരത്വം പ്രതീയതേ ഇത്യാഹ. മന്ത്രലിംഗം, അതായത് മന്ത്രരൂപ ലിംഗം, മന്ത്രരൂപ ഹേതുവിനാൽ തന്നെ ജ്ഞാനവും കർമ്മവും ഭിന്നാധികാരത്തോടു കൂടിയതാകുന്നു എന്ന് പ്രതീതമാകുന്നു. പ്രതീയത്തെ, പ്രതീതി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മന്ത്രം, വേറെ മന്ത്രമുണ്ട്. ഇവിടെയുള്ള മന്ത്രത്തെയും ടീക്കേ, ഇവിടെയുള്ള മന്ത്രത്തെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നും രണ്ടും മന്ത്രത്തെ ഉപയോഗിച്ചിട്ട് മന്ത്രലിംഗം, മന്ത്രരൂപ ഹേതുവിനാലും ജ്ഞാനവും കർമ്മവും ഭിന്നാധികാരിക്കുള്ളതാകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത്യാഹ എന്നുള്ളതാണ് ഇനി ഭാഷ്യത്തിൽ പറയുന്നത്. ഇഹാപ്യുക്തം, ഇഹ എന്ന് പറയുന്ന അർത്ഥം ഇവിടെ. ഇഹലോകവാസം എന്ന് പറയുന്ന അർത്ഥം ഈ ലോകത്തിൽ വസിക്കുമ്പോൾ. വസിക്കുന്നത് എന്നല്ല, വസിക്കുമ്പോൾ എന്ന് കിട്ടൂല. ടീക്കേ, ഇഹലോകവാസം മതിയാക്കി, ഈ ലോകത്തിലെ വാസം മതിയാക്കി. ഇഹലോകം അല്ലെങ്കിൽ പിന്നെ ഏത് ലോകം ഉണ്ടാവുക? പരലോകം, അല്ലേ? ഇവിടത്തെ അപേക്ഷിച്ചിട്ട് പരം.
പരലോകം സ്വർഗമാണോ നരകമാണോ? അത് ഏതുമാവാം നമ്മുടെ കയ്യിലിരിപ്പിനനുസരിച്ച്. മന്ത്രലിംഗാദപി തയോർ ഭിന്നാധികാരത്വം പ്രതീയത. ഭാഷ്യമാണല്ലോ അല്ലെ. ഇഹാപ്യുക്തം ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഭാഷ്യമാണ് 13-ാം പേജിൽ. യോഹി ജിജീവിഷേ സ കർമ്മ കുർവൻ ഈശാവാസ്യമിതം സർവം തേന ത്യക്തേന ഭുഞ്ചിതാ മാ ഘൃത കസ്യ സ്വിധനമിതി ച. ഇതിന് രണ്ടിനെയും കൂട്ടിയെടുത്ത അർത്ഥം മനസ്സിലാക്കിയോ? യോഹി ആരാണോ, ജിജീവിഷേത് യോഹി മന്ത്രത്തിന്റെ ഭാഗം അല്ല കേട്ടോ. മന്ത്രത്തിന്റെ ഭാഗമാണോ? അല്ല. ഇല്ല. അപ്പോൾ യോഹി വേറെയാണ്. ആര് തന്നെയാകുന്നുവോ ജിജീവിഷേത്, ഇതിന്റെ അർത്ഥം എന്താ? ജീവിതം ഇച്ഛതി. ജീവിതം ഇച്ഛേദനായിക്കോ. ജീവിതം ഇച്ഛിക്കുന്നുവെങ്കിൽ, ജീവിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എങ്ങനെ ജീവിക്കണം? മുന്നോട്ടെന്താ എഴുതി വെച്ച് നോക്കുക. കർമ്മങ്ങൾ ചെയ്തു. കർമ്മ കുർവൻ. കർമ്മങ്ങൾ ഉണ്ടോ? അല്ല ഏകവചനാണോ? കർമ്മം ചെയ്തുകൊണ്ട് തന്നെ. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം. ഒന്ന്, അതായത് ജിജീവിഷേത് യോഹി ജിജീവിഷേത്, ആരാണോ ജീവിക്കാൻ ഇച്ഛിക്കുന്നത് അവൻ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം. അപ്പോൾ അതിന്റെ വിരോധം എങ്ങനെ പറയണം? ജ്ഞാനിയെ സംബന്ധിച്ച് ജീവിക്കാനുള്ള ഇച്ഛ ഉണ്ടാവുമോ? ഇല്ല. മരിക്കാനുള്ള ഇച്ഛ ഉണ്ടാവുമോ? അതുമില്ല. അതുമില്ല. ജീവിതത്തോട് ദുഃഖമില്ല, ജീവിതത്തോട് പ്രത്യേക സുഖവും ഇല്ല. അതുകൊണ്ട് മരിക്കാനും ഇച്ഛയില്ല, ജീവിക്കാനും ഇച്ഛയില്ല. പിന്നെ ഇങ്ങേർക്ക് എന്താ പണി? ഇതിനെയാണ് പ്രാരബ്ധം കാത്തു കിടക്കുക എന്ന് പറയുന്നത്. ഇനിയും എത്രയോ വർഷം ജീവിക്കാനുണ്ടോ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണത്. ഏതുപോലെ? മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ജീവന്മാരാണത്. ഈശാവാസ്യമിതം സർവം, ഇതെല്ലാം തന്നെ വാസ്യമാണ്. ഇവിടത്തെ വസ ധാതു ഏതർത്ഥത്തിലുള്ള? വസ ആച്ഛാദനം. വസ ആച്ഛാദനെ. വേറെ എവിടെയെങ്കിലും വാസധാതു ഉണ്ടോ? വസനി വാസേ ഇനിയുണ്ട്. ടീക്കേ. അപ്പോൾ ഇവിടെ വസ ആച്ഛാദനെ. ഇപ്പൊ വാസ്യം എന്ന് പറഞ്ഞാൽ ആച്ഛാദനീയം എന്നർത്ഥം അല്ലേ? ഇവിടുത്തെ ഈശ എന്നുള്ള തൃതീയാന്തത്തിലെ പ്രഥമ ഈശ ഈഠ് ഏത് ഈഠാണ്? ആരാണ് ഇവിടുത്തെ ഈശ്വരൻ? പരമാത്മ. നതു മായാസഹിത. മായാസഹിത ഈശ്വരനല്ല. ഇവിടെ ജീവൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ തന്നെ ജീവന്റെ പുറകെ പോയി നിങ്ങൾ. മായാസഹിത ഈശ്വരനല്ല, മറിച്ച് കേവല പരമാത്മ. ആ പരമാത്മ എങ്ങനെയാണ് ആച്ഛാദനം നടത്തുന്നതാണ് ചോദിച്ചത്. ഈശ്വരനാൽ ആച്ഛാദിതമോ? ആച്ഛാദനം ചെയ്യാം. നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അത് ഈശ്വരൻ ചെയ്തോളൂ. ഈശ നമ്മൾ തന്നെയല്ലേ ഈശ്വരൻ. അയ്യോ, ഇതാണ് പഠിച്ചു വെച്ചത് ശരിയായിട്ട്. എല്ലാം നമുക്ക് ചെയ്യണം. ആച്ഛാദനത്തിന്റെ സ്വരൂപം പറയുന്ന എങ്ങനെയാണ് ആച്ഛാദനം ചെയ്യുക? ഈ ലോകം അധ്യസ്ഥമായത് തന്നിൽ തന്നെയാണ്. കൽപ്പിതമായ വസ്തുക്കളുടെ അധിഷ്ഠാനം സ്വരൂപം തന്നെ ആയതിനാൽ, അല്ല, കൽപ്പിത വസ്തുക്കളുടെ അധിഷ്ഠാന സ്വരൂപമായതിനാല് സ്വരൂപത്താൽ തന്നെ എല്ലാത്തിനെയും ഈശ്വര സ്വരൂപത്തിനെ ആച്ഛാദനം ചെയ്യുന്നു. ഈശ്വര സ്വരൂപത്തെ ആച്ഛാദനം ചെയ്ത് കളയോ? അല്ലെ ഈശ്വര സ്വരൂപത്താൽ ആച്ഛാദനം ചെയ്യോ? അല്ല, ഈശ്വര ബുദ്ധിയാൽ ആച്ഛാദനം ചെയ്യുന്നു. ഈശ്വര ബുദ്ധിയാൽ ആച്ഛാദനം ചെയ്യുന്നു. ഈശ്വര ബുദ്ധി ആർക്കാ വരേണ്ടത്? തനിക്ക്. എന്തായിരിക്കും ആ ഈശ്വര ബുദ്ധിയുടെ സ്വരൂപം? ഞാൻ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപമാണ്. അതെ, ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണ്. അത് പറയുമ്പോഴേക്ക് ബാക്കിയെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാല്, ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണെങ്കിൽ ഞാൻ എന്തല്ല? ഞാൻ ജീവസ്വരൂപല്ല. ഞാൻ ജീവസ്വരൂപമായിരിക്കുമ്പോൾ മാത്രമാണ് എന്നിൽ ഈ ജഗത്ത് കൽപ്പിതമായിരിക്കുന്നത്. ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്തനാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടെ ഇവിടെ ജഗത്ത് കൽപ്പിതമായിട്ട് അവശേഷിക്കത്തില്ല. അപ്പൊ അതിന്റെ മുന്നേയുള്ള പടിയിലാണ് എന്തുള്ളത്? അനുസന്ധാനം ഉള്ളത്. അനുസന്ധാന സ്ഥലമാണ് ഇവിടെ എടുത്ത് കാണിച്ചിട്ടുള്ളൂ. അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി എടുത്ത് കാണിച്ചിട്ടില്ല. കാരണം അപരോക്ഷ ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ട സന്യാസത്തെ വിധിച്ചിട്ടുണ്ട്. ആ സന്യാസത്തിന് മുന്നേയുള്ള ജ്ഞാനമാണ് ഈശാവാസ്യമിതം എന്നുള്ള ജ്ഞാനസ്ഥലം. എന്നിട്ട് എന്ത് ചെയ്യണം? തേന എന്നുള്ളതിന് അർത്ഥം എന്തായിരുന്നു? ഈശ്വരാത്മഭാവനയായ യുക്തമായവനെ സംബന്ധിച്ച് ത്യക്തേന ത്യാഗേന ഭുഞ്ചീത, തേന ത്യക്തേന ഭുഞ്ചീത. ആ ഈശ്വരാത്മഭാവന ഉള്ളവനെ സംബന്ധിച്ച് മറ്റൊന്നും കർത്തവ്യമായിട്ടില്ലാത്തത് കൊണ്ട് ത്യാഗത്താൽ എന്ന് പറയുന്ന അർത്ഥം സന്യാസത്താൽ. ഭുഞ്ചീതാഹ ഇതിന്റെ അർത്ഥം എന്താ? പാലനം ചെയ്യൂ. ആരെ പാലിക്കണം? ആത്മാനം പാലയുന്ന. അവനവനവനെ. ആത്മാവിന്റെ പാലനം എങ്ങനെയാ വരിക? സ്വരൂപത്തിന്റെ പാലനം, തന്റെ തന്നെ സ്വരൂപത്തെ പാലിക്കും. സ്വരൂപത്തിന്റെ പാലനം സ്വരൂപം നടത്തിക്കൊടുത്തല്ലേ. നിങ്ങൾക്ക് എന്ത് ബന്ധു?
നിങ്ങൾ എങ്ങനെയാണ് സ്വരൂപത്തെ പാലിക്കുക എന്നാണ് ചോദ്യം. ആത്മാനം പാലയതി പാലയേത്. നിത്യശുദ്ധ ശ്രവണ മനന ബുദ്ധമുക്തനാണ് നിധിധ്യ എന്നുള്ള വൃത്തി ശ്രവണ മനന അന്ധകരണത്തെ നിധിന്യാസനാണോ? നീക്കും. ആണോ? അപ്പം തനിക്ക് ഉറപ്പില്ല അതെ എന്താ അതെ സംഭവിക്കുന്നത്. അതെ അതെ. ശ്രവണ മനന നിധിയാസം. ബ്രഹ്മാകാര വൃത്തിയിലുള്ള ഇരിപ്പാണ് ആത്മാവിന്റെ പരിപാലനം കുട്ടികളെ. എന്നിട്ട് എന്താ പറയാ? മാ ഗൃധ. ഗൃധയുടെ അർത്ഥം എന്താ? ആ, ഗൃധിം അഭികാംക്ഷാം ആകാംക്ഷ. കസ്യചിത് ധനസ്യ സ്വസ്യ വാ പരസ്യ വാ ധനസ്യ ആകാംക്ഷാം മാ കർഷീഹി. നീ തന്റേതാണെങ്കിലും അന്യന്റേതാണെങ്കിലും ധനത്തിലെ അഭിലാഷയെ ചെയ്യരുത്. ठीक है. ഇതിവിടെ ഏത് വിധിയായിരുന്നു വന്നത്? നിയമവിധിയായിരുന്നു വന്നത്. ठीक है. അപ്പൊ നോക്കിയോ, ഇവിടെ ഇപ്പൊ ഇതിന്റെ ഉൾവശം പറയാൻ പോകണം എന്താണ് സംഭവിച്ചെന്നുള്ളത്. ഇവിടെയും പറഞ്ഞിട്ടുണ്ട് എന്താ? ജീവിക്കാൻ ഇച്ഛിക്കുന്നവന് കർമ്മവും അതേപോലെ ഈശാവാസ്യം എന്നുള്ള ബുദ്ധിയോട് കൂടിയിരിക്കുന്നവന് ബ്രഹ്മാകാര വൃത്തി നിലനിർത്താനാണ് ഇവിടെ ഉപദേശിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റി? രണ്ടുപേരെ രണ്ടാക്കി കളഞ്ഞു. കർമ്മ ഉപദേശിച്ചിട്ടില്ല ബ്രഹ്മാകാര വൃത്തിയുള്ളവന്, അവന് സന്യാസാണ് വിധാനം നടത്തിയത്. ജീവിക്കാൻ ഇച്ഛയുള്ളവനാണ് കർമ്മം വിധാനം നടത്തിയത്. അതുകൊണ്ട് ഇവിടെ ജ്ഞാനിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ജ്ഞാനത്തിന് മുന്നേയും ജീവിക്കാൻ പ്രത്യേകിച്ച് ഇച്ഛിച്ചിട്ടൊന്നല്ല നിൽക്കുന്നത്. കാരണം ജീവിക്കുക എന്നുള്ളതും മരിക്കുക എന്നുള്ളതും ജ്ഞാനിയെ പോലെ തന്നെ മുമുക്ഷുവിനും കൽപ്പിത വസ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏതിനോട് പ്രത്യേകിച്ച് അഭിലാഷം ഉണ്ടാവും. ठीक है. നോക്ക്, ജിജീവിഷോ രാഗിണഃ കർമ്മവേദം. കർമ്മ ആർക്ക് വേണ്ടിയാ വിധാനം നടത്തിയത്? ജിജീവിഷോ രാഗിണഃ, ജീവിക്കാൻ ഇച്ഛിക്കുന്നേ. രാഗി എന്ന് പറഞ്ഞ എന്താർത്ഥം? നിങ്ങളതിനെ മാറ്റി രാഗി രോഗി എന്നാണ്. രാഗി ആഗ്രഹമുള്ളവൻ. രാഗോ അസ്യ അസ്മിൻ അസ്തി ഇതി രാഗി സസ്യ രാഗിണഃ. ഷഷ്ട്യന്തമാണ് രാഗി ശബ്ദത്തിന്റെ ഷഷ്ട്യന്തമാണ് രാഗിണഃ. രാഗിൻ എന്ന് വരും പ്രാതിപദികം. ജിജീവിഷഃ രാഗിണഃ, ജീവിക്കാൻ ഇച്ഛിക്കുന്ന രാഗിക്കാണ് കർമ്മം വിഹിതം, കർമ്മവിധാനം നടത്തിയത്. ആർക്കല്ല? മുന്നോട്ട് നോക്കിയോ. സർവം ഈശ്വര ഏവേദി ജ്ഞാനവത, സകലം ഈശ്വരനാകുന്നു എന്ന് ജ്ഞാനമുള്ളവന്. ഇതേത് ജ്ഞാനമാണ്? ആത്മജ്ഞാനം. പരോക്ഷമാണോ അപരോക്ഷമാണോ? അപരോക്ഷം. മുന്നോട്ട് എന്താ വിധാനം നടത്തിയത്? ആരും വായിച്ചേ? സംസ്കൃതം അറിയുന്ന ആൾക്കാർ വായിച്ചേ. സർവം ഈശ്വര ഏവേദി ജ്ഞാനവതസ്. മുന്നോട്ട് എന്താ എഴുതിയേ? ത്യാഗോ വിഹിതഃ. ത്യാഗോ വിഹിത. ത്യാഗം ആർക്ക് വേണ്ടി വിധാനം നടത്തിയത്? ബ്രഹ്മജ്ഞാനിക്ക് വേണ്ടിയോ? അല്ല, അല്ല. പഠിക്കുന്നതിന് വേണ്ടി. പിന്നെ നിങ്ങൾ എന്തിനാ പറഞ്ഞത് അപരോക്ഷ ജ്ഞാനിക്കാന്ന്? സർവം ഈശ്വര ഏവേദി ജ്ഞാനവതസ്, സകലവും ഈശ്വരനാണെന്ന് അറിയുന്നവൻ. സകലവും ഈശ്വരനാവോ? ആവും. എന്തുകൊണ്ടാ സകലവും ഈശ്വരനായി പോകാൻ കാരണം? ഇത് മുന്നേ ചോദിച്ചതാണ്. സർവം ആത്മാവാവുന്നത് എങ്ങനെയാ? അതായത് രണ്ടു വിധം. കാര്യകാരണഭാവത്തെ മാനിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കാരണത്തിൽ നിന്ന് ഭിന്നമായിട്ടിരിക്കത്തില്ല, കാരണസ്വരൂപം തന്നെയായിരിക്കും. അധിഷ്ഠാന അധ്യസ്ഥ ഭാവങ്ങളെ മാനിച്ചു കഴിഞ്ഞാൽ അധ്യസ്ഥങ്ങൾ അധിഷ്ഠാന സ്വരൂപത്തിൽ ഭിന്നമായിട്ടിരിക്കത്തില്ല. അതുകൊണ്ട് സകല കാര്യങ്ങൾ രണ്ട് ദൃഷ്ടിയിലും അധിഷ്ഠാനം മാത്രമായിരിക്കും. അധ്യസ്ഥങ്ങൾ കൊണ്ട് പോയി എങ്ങോട്ട് പോകാനും ഉണ്ടായിട്ടില്ല. അപ്പൊ ഉണ്ടായിട്ട് തോന്നിയതോ? അത് അജ്ഞാനകാലത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അധിഷ്ഠാനമാണ് വിവർത്തിതമായിട്ട് സകല കാര്യരൂപത്തിലേക്കും വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സകല കാര്യരൂപങ്ങളും അധിഷ്ഠാന സ്വരൂപം മാത്രമായിരിക്കും. സർവം ഈശ്വര ഏവ ആത്മേതി ജ്ഞാനമുള്ളവന് ത്യാഗവും വിധാനം നടത്തി. അപ്പൊ നോക്ക്, അതായത് ശരിക്ക് ഇത് എവിടത്തേക്ക് പോയി നോക്കിയോ. ചില കാര്യങ്ങൾ ഇതിനുള്ളിൽ ഇനിയും സീക്രട്ട് ഉണ്ട്. നിങ്ങൾ ഈ പങ്ക്തി തുടങ്ങിയത് ജ്ഞാനമുള്ളവനെ സംബന്ധിച്ച് കർത്തൃത്വമില്ലാത്തത് കൊണ്ട് കർമ്മം നടക്കത്തില്ലെന്നാ. പക്ഷേ സന്യാസ വിധാനം നടത്തിയ ആർക്ക് വേണ്ടിയാ? ജ്ഞാനമുള്ളവന് വേണ്ടിയാണോ? കർത്തൃത്വം ഇല്ലാത്ത ജ്ഞാനിക്ക് വേണ്ടിയല്ല സന്യാസ വിധാനം നടത്തിയത്. അവന് ജ്ഞാനത്തോടുകൂടി സന്യാസം പ്രാപ്തമാണ്. അത് വിധിജന്യമായിരിക്കുന്ന സന്യാസമല്ല. വിധിജന്യമായിരിക്കുന്ന സന്യാസം, വിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സന്യാസം അജ്ഞാനിക്കുള്ള സന്യാസമാണ്. സന്യാസം തന്നെ ഇവിടെ ഇപ്പോൾ രണ്ടായി മാറും. വിധിഷാ സന്യാസവും വിദ്വത് സന്യാസവുമായിട്ട്. വിദ്വത് സന്യാസം എന്ന് പറഞ്ഞാല് ജ്ഞാനിയുടെ സന്യാസമാണ്. അവിടെയും രണ്ടാവേ, അവിടെ നിൽക്കട്ടെ. വിവിധിഷാ സന്യാസം എന്ന് പറഞ്ഞാല് വേരിതും ഇച്ഛ വിവിധിഷ, ബ്രഹ്മത്തെ അറിയാനുള്ള ഇച്ഛയാണ് വിവിധിഷ. ഘടത്തെ അറിയാനുള്ള ഇച്ഛ വിവിധിഷ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രസംഗം ബ്രഹ്മവിഷയമായതുകൊണ്ട് ബ്രഹ്മത്തെ അറിയാനുള്ള ഇച്ഛയാണ് വിവിധിഷ. വേരിതും ഇച്ഛ, അറിയാനുള്ള ആഗ്രഹത്തെയാണ് വിവിധിഷ എന്ന് പറയുന്നത്. അപ്പോൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് എടുക്കുന്ന സന്യാസമാണ് എന്ത്? വിവിധിഷ സന്യാസം. ആ സന്യാസത്തെ നമുക്ക് വിധാനം ചെയ്യാൻ പറ്റത്തുള്ളൂ.
വിദ്വാന്റെ സന്യാസം വിധിജന്യ സന്യാസമല്ല. ഭാഷ്യകാരൻ ഇതിനെക്കുറിച്ച് പറയുന്നത് വിദുഷഃ താവത് ബ്രഹ്മ അപരോക്ഷ പ്രതിപത്തി മാത്രേണേവ പാരിവ്രാജ്യം സിദ്ധമെന്നാണ്. ബ്രഹ്മാകാര അപരോക്ഷ വൃത്തി കൊണ്ട് തന്നെ ജ്ഞാനിയെ സംബന്ധിച്ച് പാരിവ്രാജ്യം എന്നുള്ള സന്യാസം സിദ്ധമാണ് എന്ന് പറയുന്ന അർത്ഥം വിധേയമല്ല എന്നർത്ഥം. സ്വാഭാവികമാണത്. അതുകൊണ്ട് തന്നെ മുഖ്യ സന്യാസി ജ്ഞാനിയാണ്, ബാക്കിയെല്ലാം ഗൗണ സന്യാസികളാണ്. അതായത് ജ്ഞാനത്തിന് അനുകൂലമായിരിക്കുന്ന സന്യാസത്തെ എടുത്തിരിക്കുകയാണ്. സന്യാസം എങ്ങനെയാണ് ജ്ഞാനത്തിന് അനുകൂലമാവുന്നത്? സന്യസ്ത ശ്രവണം അതുകൊണ്ട് ജ്ഞാനത്തിന്റെ പ്രക്രിയ വശത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ജ്ഞാനത്തിന്റെ പ്രക്രിയാടിസ്ഥാനത്തില് ജ്ഞാനത്തിന്റെ കാരണമാണ് സന്യാസം. അതെ. അന്നപ്പോൾ കാരണമാണെങ്കിൽ സന്യാസം എടുത്ത ശേഷം എന്ത് വേണം? ശ്രവണമനന നിധ്യാസനങ്ങളാണ് ചെയ്യേണ്ടത്. ടീക്കേ, അല്ലാതെ മാ നവസേവ മാ അധസേവ എന്ന് പറഞ്ഞു പോരുത്. അപ്പോൾ സർവം ഈശ്വരനാണെന്നും മാനിക്കുന്നവന് പോലും എന്തില്ല? കർമ്മമില്ല എന്ന് പിടികിട്ടിയപ്പോൾ, അതായത് ജ്ഞാനിയാവണ്ട. അതാണ് ഇതിന്റെ വേറൊരു സീക്രട്ട്. ഭാഷ്യത്തിൽ അങ്ങനെയല്ല. ടീക്കയിൽ വന്നപ്പോൾ കുറച്ച് മാറ്റിയിട്ടുണ്ട് പ്രസംഗം. അത് അവർക്ക് സമ്മതമാണ്. മുഖ്യജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മം വരത്തേയില്ല, കർത്തൃത്വം ഇല്ല. മുഖ്യജ്ഞാനി അല്ല, ശബ്ദജ്ഞാനമേ ഉള്ളൂ എങ്കിൽ പോലും അവിടെയും സന്യാസം വിധിച്ച സ്ഥിതിക്ക് സന്യാസിക്ക് കർമ്മത്തിൽ അധികാരമില്ല. അതുകൊണ്ടാണ് ഈ പങ്ക്തി ഇങ്ങനെ കയറിയത്. ഇതൊന്നും ടീക്കയിലെടുപ്പണിൽ തൊടത്തില്ല ഇവർ ഈ കാര്യങ്ങളൊന്നും. പറഞ്ഞ് കൂടുതൽ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതിലാണ് പോകുന്നത്. ഇങ്ങനെ ഈ വിഷയങ്ങളെ മാറ്റി മനസ്സിലാക്കിക്കോളും. കിഞ്ച മാത്രമല്ല, ധനസമ്പന്നസേവ കർമ്മണ്യധികാര. കർമ്മത്തിൽ അധികാരം ആർക്കാ? ധനസമ്പന്നനാണ്. ധനം ഇല്ലെങ്കിലോ കർമ്മമില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം മുന്നേയും പറഞ്ഞത്, ഈ യാഗങ്ങൾ നമ്മൾ ആരാണോ ചെയ്യുന്നത് യജമാനൻ, അവൻ ധനസമ്പന്നനായിരിക്കണം. അതല്ലാതെ നാട്ടുകാരുടെ കയ്യിലുള്ള ധനത്തെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് യാഗം തുടങ്ങണ്ട. പരിപാടികൾ കൊടുക്കല്ലേ നമ്മൾ ഹിന്ദുക്കളെ നന്നാക്കാൻ തുടങ്ങിയതല്ലേ, എന്നിട്ട് വേണ്ടി ഒരു ആശ്രമം പണിയാൻ. അങ്ങനെ ഒരു നേരം നമ്മൾ രസീതടിക്കും, ജനങ്ങളുടെ കളക്ഷൻ സ്വീകരിക്കും, നമ്മൾ യാഗം നടത്തും. യാഗം നടന്നില്ലെങ്കിൽ ഹിന്ദുക്കള് മൊത്തം മതം മാറിപ്പോയാൽ യാഗം വേണ്ടേ? അങ്ങനെ എന്തൊക്കെ തരിയുടെ പരിപാടികളുണ്ട്. എന്റെ മക്കളെ, കർമ്മം ചെയ്യുന്നവന് നല്ല ധനികനായിരിക്കണം. ധനികൻ ചെയ്യുന്ന കർമ്മമാണ്. അത്രയും മാത്രമല്ല, ആ യാഗസ്ഥലത്തേക്ക് കാണാൻ വരുന്നവർക്ക് പോലും അങ്ങോട്ടേക്ക് ദക്ഷിണ കൊടുക്കുന്നതാണ് കർമ്മം. അല്ലാതെ അവന്റെ പോക്കറ്റ് കാലിയാക്കാൻ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ തരികട യാഗം ഒരു യാഗമല്ല എന്നുള്ളതാണ് സത്യം. ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ഇതല്ല ഇതിന്റെ ശൈലി. ധനമുള്ളവനാണ് കർമ്മം ചെയ്യുന്നത്. ധനസമ്പന്നസ്യവ കർമ്മണ്യധികാര. പ്രഥമ മന്ത്രാർത്ഥ അധികാരിണശ്ച ധനാകാംക്ഷ നിഷേധേന കർമ്മ അധികാര നിഷേധ പ്രതീയതേത്യർത്ഥ. പ്രഥമ മന്ത്രത്തിന്റെ അർത്ഥം, പ്രഥമ മന്ത്രാർത്ഥം എന്തായിരിക്കും? ഈശാവാസ്യമിദം സർവം യത്കിഞ്ചിത് ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ ഗൃഹ കസ്യ സിദ്ധനം. തേന തെക്തേന ഭുഞ്ജീത മാ ഗൃഹ കസ്യ സിദ്ധനം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈശ്വരാത്മബുദ്ധിയാൽ ഈ ജഗത്തിനെ ത്യാഗം നടത്തണം. അതുകൊണ്ട് താദൃശ ഈശ്വരാത്മബുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ട് ത്യാഗം എന്നുള്ള സന്യാസ ഗ്രഹണം നടത്തണം. ഇത്രയാണ് അതിന്റെ അർത്ഥം. ഈ അർത്ഥമാണ് പ്രഥമ മന്ത്രാർത്ഥം. അതിന്റെ അധികാരി ആരായിരിക്കും? അതാരാണ് അനുഷ്ഠിക്കുന്നത്? അതാർക്കേ അനുഷ്ഠിക്കാൻ പറ്റത്തുള്ളൂ? സന്യാസിക്ക്. മനസ്സിലായോ? സന്യാസ വിദ്യയാണെന്ന് പറയാനുള്ള കാരണം? ഏത് സന്യാസിക്ക് അനുഷ്ഠിക്കാൻ പറ്റുക? സർവസംഘ പരിത്യാഗം നടന്നുകൊണ്ട് അങ്ങോട്ട് അനുഷ്ഠാനം നടത്തുമോ? ഏഷണാത്രയങ്ങൾ ത്യാഗം ചെയ്തു. ഏഷണാത്രയ പരിത്യാഗമാണ് സന്യാസം. ഇപ്പോൾ ആരെക്കൊണ്ടാ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഏഷണാത്രയ പരിത്യാഗ പൂർവകമായിരിക്കുന്ന ബ്രഹ്മാനുസന്ധാനം ആരെക്കൊണ്ടാ ചെയ്യാൻ പറ്റുക? ശ്രവണം മനനം നിധ്യാസനം ചെയ്തതിനെ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഗുരുക്കന്മാര് ശ്രവണ മനന നിധ്യാസനം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അതായത് ഒരു ട്രെൻഡ് ഉണ്ട്. ഗുരു ആരാ? ഒരു 100 വർഷം മുന്നേ മരിച്ചുപോയ വ്യക്തിയാണ് ഇപ്പോൾ ഗുരു. അതെങ്ങനെയാണ്? അങ്ങനെയൊക്കെ പേരും പെരുവിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സംഭവങ്ങളാണ്. നിനക്കെന്താ അറിയാം? അതെ കുഞ്ഞേ, നിനക്കൊരു മന്ത്രം കഷ്ണം തരാൻ പോലും അങ്ങേരില്ല. എന്നിട്ടാണ് ഉപദേശം തരാൻ പോകുന്നത്. ഇനി നീ പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരെ നമ്മളിവിടെ കാണിച്ചു തരാം അതെന്തായിരുന്നു സംഭവം നടന്നതെന്നുള്ളത്. അതുകൊണ്ട് ഈ പെരുമയൊന്നും കാണിച്ചു വരാതെ, മുന്നിലിരിക്കുന്ന ഗുരുവിനെ ഇഷ്ടമല്ല,
ചത്തുപോയ ആൾക്കാരൊന്നും പറയത്തൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെ ഗുരുവാക്കുക, അതൊരു ട്രെൻഡ് ഉണ്ട്. ഓക്കെ, ഗുരു ശാസനാതാണ്. ഇപ്പം ഗുരു ആരായിട്ടാ വരിക? ആചാര്യനായിട്ടാ വരിക. ഗുരു ആചാര്യൻ എന്നുള്ളതൊക്കെ സമാനാർത്ഥകമാണ്. ചില സ്ഥലത്ത് നമ്മൾക്ക് അദ്വൈത സിദ്ധിയിലോ കാണാം, അതായത് ദീക്ഷാ ഗുരു വേറെ, ശിക്ഷാ ഗുരു വേറെ, പരമഗുരു വേറെ എന്നൊക്കെ കാണാം. അത് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് നിൽക്കുന്നത്, അല്ലാതെ വായ്ത്താരിയിൽ മാത്രം ജീവിച്ചു പോകുന്ന ആൾക്കാരല്ല. ഇനി നിങ്ങളുടെ ശ്രീകൃഷ്ണന്റെ ജന്മം നോക്കിയാൽ പോലും കാണാം, അങ്ങേര് പൊട്ടിമുളച്ചതൊന്നല്ല. അങ്ങേരും സാന്ദീപിനി ഗുരുവിന്റെ അടുത്താണ് വിദ്യ അഭ്യസിക്കുന്നത്. ഇതൊരു പരമ്പരയാണ്, അങ്ങനെ വരത്തുള്ളൂ. എന്താ, അങ്ങേര് നിത്യജ്ഞാനിയായിരുന്നില്ലേ? അതെ. എന്നിട്ടും അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ പോരെ, ബാക്കിയുള്ളവർക്കാണ് നിയമം, എനിക്ക് നിയമമില്ല. അങ്ങേര് തന്നെ എന്തിനാ നിയമം അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്തേ? നിയമം മുറിയാൻ പാടില്ല, ഇതിങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് കാണിക്കേണ്ടിയിട്ടാണ്. ठीक है. അല്ലാതെ ഗുരു ആരാ? ഗുരു ഒന്നുമില്ല. ഞാനാണ് ആദ്യത്തെ ഗുരു, എനിക്ക് ശേഷമേ പരമ്പരയുള്ളൂ എന്ന് കൊള്ളാലോ വല്ലവടി. അത് ഇവിടെ നടക്കൂല. ठीक है. ഇത് പരമ്പര മുറിയാത്ത പരമ്പരയാണ്. ഗുരുവായിട്ട് വരുന്നേരം ഇതെല്ലാം തന്നെ ശ്രോത്രിയൻ ബ്രഹ്മനിഷ്ഠനുമാണ് ഈ ഗുരുവാകുന്നത്. ശ്രോത്രിയ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ ശ്രോത്രിയ ചന്തോദീതേന. ഛന്ദസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വേദം പഠിച്ചവനെ ഗുരു ആകത്തുള്ളൂ, അവിടെ ശ്രോത്രിയനാകത്തുള്ളൂ. ശ്രോത്രിയനല്ലാതെ പിന്നെ ഇവിടുന്ന് ഗുരുവാകുന്നത്. ഓക്കെ. അപ്പൊ പ്രഥമ മന്ത്രാർത്ഥ അധികാരിണശ്ച ധനാകാംക്ഷ നിഷേധ. പ്രഥമ മന്ത്രാർത്ഥമാണ് സന്യാസപൂർവമായിരിക്കുന്ന ബ്രഹ്മാകാര വൃത്തി. അതിൽ ആരാണോ അധികാരി അവന് ധനാകാംക്ഷ നിഷേധേന, ധനത്തിൽ ആകാംക്ഷ നിഷേധം ചെയ്ത് സന്യാസം പറഞ്ഞിരിക്കുന്നത്. ശരിക്കും സന്യാസം പറഞ്ഞിട്ട് സന്യാസിക്കും അവിടെ ധനാകാംക്ഷ വരുമ്പോൾ അതിനെ നിഷേധിച്ചിരിക്കുകയാണ്. നിഷേധേന കർമാധികാര നിഷേധ പ്രതീയത, കർമ്മത്തിലെ അധികാരത്തെ നിഷേധിച്ചതായിട്ട് കാണാം. അതെന്തുകൊണ്ടാ? ധനസമ്പന്നന് മാത്രമേ കർമ്മമുള്ളൂ. ഓക്കെ. സന്യാസിക്ക് ധനമില്ലാത്തതുകൊണ്ട് അവിടെ കർമ്മ സമ്പന്നാവത്തില്ലെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ധനം ഗൃഹസ്ഥൻ എന്തിനാണ് സമ്പാദിക്കുന്നത്? അവന്റെ കാര്യങ്ങൾ നടക്കണം, അതോടെ കർമ്മം ചെയ്യാൻ വേണ്ടി. 3 ആശ്രമ സംരക്ഷണമുണ്ട്, അതേപോലെ അവന്റെ മറ്റു കർമ്മങ്ങളും ഉണ്ട്. ജിജീവിഷാഹി, ജിജീവിഷയുടെ അർത്ഥം എന്താ? ജീവിക്കാൻ ഇച്ഛിക്കും. ഇച്ഛയല്ല, ഇച്ഛ. ജീവിക്കാനുള്ള ഇച്ഛയാണ് ജിജീവിഷ. ജീവിക്കാൻ ഇച്ഛയുള്ളവൻ എന്ത് വിളിക്കും? ജിജീവിഷ എന്ന് വിളിക്കും. ജീവിക്കാനുള്ള ഇച്ഛയല്ലേ ജിജീവിഷ. ജീവിക്കാൻ ഇച്ഛയുള്ളവൻ എന്ത് വിളിക്കും? ജിജീവിഷു. ജിജീവിഷുഹു, വിസർഗമുണ്ട്. ജിജീവിഷുവിന്റെ ഷഷ്ട്യന്തമാണ് ജിജീവിഷോഹോ എന്ന് കാണുന്നത്. ജിജീവിഷാഹി കർമാധികാരിണ ഏവ, കർമ്മത്തിൽ അധികാരം ഉള്ളവന് മാത്രമേ ജീവിക്കാൻ ഇച്ഛയുള്ളൂ. സോറി, ജീവിക്കാൻ ജിജീവിഷാഹി കർമാധികാരിണ ഏവ. ജീവിതം ഇച്ഛ ജിജീവിഷ, അത് കർമ്മത്തിൽ അധികാരമുള്ളവനുള്ളതാകുന്നു. ജ്ഞാനത്തിൽ അധികാരമുള്ളവനൊന്നും പാടില്ലേ? അത് പാടില്ലോ. നിങ്ങൾക്ക് എന്താണ്? ജ്ഞാനാധികാരിണ, ജ്ഞാനത്തിൽ അധികാരമുള്ളവന് ജീവിക്കാനുള്ള ഇച്ഛയില്ല. ഇത്യത്ര പ്രമാണമാഹ എന്നുള്ളതിൽ പ്രമാണം കാണിച്ചു തരാം. ഭാഷ്യം നോക്ക്. ന ജീവിതേ മരണേവ ഘൃതിം കുർവീത അരണ്യം ഇയാദിതി ച പദം തതോ ന പുനരിയാദിതി സന്യാസ ശാസനാത്. ന ജീവിതേ ന വാ മരണേ ഘൃതിം അഭികാംക്ഷാം കുർവീത ചെയ്യരുത്. ജീവിക്കുന്ന കാര്യത്തിലോ മരിക്കുന്ന കാര്യത്തിലോ ആകാംക്ഷ ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ പ്രാരബ്ധത്തിലെ ഭയപ്പെടാതെ എത്രയും കാലം പ്രാരബ്ധാനുസാരമായിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടോ അത്രയും കാലം ജീവിച്ചു കൊടുക്കുക. അപ്പൊ ജീവിക്കാനായിട്ടും മരിക്കാനായിട്ടും ചിന്തിക്കരുത്. ജീവിക്കാൻ വേണ്ടിയുള്ള പ്രയത്നമോ മരിക്കാൻ വേണ്ടിയുള്ള പ്രയത്നമോ പാടില്ല. ഗൃഹിം അഭികാംക്ഷാം ന കുർവീത. പിന്നെന്ത് ചെയ്യണം? അരണ്യം ഇയാദ്. അരണ്യം എന്ന് ഉദ്ദേശിച്ചത് ടീക്കയിൽ ഇപ്പം വരും, സന്യാസാശ്രമമാണ്. അതിന് ടീക്കയിലുള്ള വ്യാഖ്യാനം പിന്നെ വായിച്ചുതരാം. ഇതിച്ച പദം എന്ന് പറയുന്ന ശാസ്ത്ര സിദ്ധാന്തമാണിത്. ടീക്കെ പദം എന്നുള്ള ശാസ്ത്ര സിദ്ധാന്ത എന്ന് മനസ്സിലായിക്കോളൂ. വേദശാസ്ത്ര സ്ഥിതി എന്നർത്ഥം പറയും. അപ്പൊ വേദശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവൻ അവൻ ജീവിക്കാനായിട്ടോ മരിക്കാനായിട്ടോ പ്രയത്നം നടത്തരുത്. പിന്നെ സന്യാസം സിദ്ധമായിരിക്കണം അവന്. തതോ ന പുനരിയാദ്. ആ സന്യാസാശ്രമത്തിൽ നിന്ന് ഒരു സംശയം കൂടി നിവർത്തിക്കപ്പെടുക. സന്യാസിക്ക് തിരിച്ച് വേറെ ഏതെങ്കിലും ആശ്രമത്തിലേക്ക് പോകാൻ പറ്റുമോ? പറ്റൂല എന്ന് പറഞ്ഞു. ന പുനരിയാദ്, അതായത് കർമ്മശ്രദ്ധ എന്ന ടീക്കയിൽ പറയാം. എന്തുകൊണ്ട് എങ്ങനെ പറയുന്നു പറയാം? ഈ കാലഘട്ടത്തിൽ ഇപ്പം കർമ്മം ചെയ്യാൻ ആൾക്കാർക്ക് നേരമൊന്നുമില്ല, ഒരു പഠനത്തിനും നേരമില്ല, വേറെ പണിയില്ലേറ്റ. പക്ഷെ അങ്ങനെയല്ല പണ്ട്. ഓരോരുത്തരും കർമ്മം ചെയ്തില്ലെങ്കിൽ തൊന്തരവാണ്. അത് നമ്മൾക്ക് മനസ്സിലാവാത്തതേ. ഈ കാലത്ത് അങ്ങനത്തെ ഒരു കർമ്മിയെ കാണാനില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൽ ജനിച്ചിട്ടുമില്ല. പിന്നെ കർമ്മവുമായിട്ട് എന്ത് ബന്ധം? പക്ഷേ രൂഢമൂലമായിട്ട് അച്ചച്ചനായിട്ട് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ വീട്ടിലുള്ള പ്രസംഗം തന്നെ കർമ്മിയെ സംബന്ധിച്ച.
അപ്പൊ കർമ്മത്തിലുള്ള ശ്രദ്ധ കൊണ്ട് അയ്യോ ഞാൻ കർമ്മി അല്ലാതായി പോയി കഴിഞ്ഞാൽ ശരിയല്ലല്ലോ, എന്റെ സമൂഹം എന്നെ തിരസ്കരിക്കില്ലേ ഇത്യാദി ചിന്തകൾ കൊണ്ടൊന്നും കർമ്മത്തെ സ്വീകരിക്കാൻ തിരിച്ചു വരരുത്. പുനരിയാദിയ എന്ന് പറഞ്ഞ ഗച്ഛേതെന്ന പുനരാഗമനം എന്ന് പറഞ്ഞ തിരിച്ചു വരല്, തിരിച്ചു വരാൻ പാടില്ല. ഇത് സന്യാസ ശാസനാദി ഇപ്രകാരം സന്യാസത്തെ വിധിച്ചത്. സന്യാസാശ്രമത്തിന് ശേഷം, അതായത് ചതുർത്ഥ ആശ്രമത്തില് ഏതൊക്കെയായി? 4 ആശ്രമം എന്ന് പറഞ്ഞേ. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, ബ്രഹ്മചര്യം, വാനപ്രസ്ഥ, സന്യാസം. ഗൃഹസ്ഥാശ്രമം. ഇത് 6 തോന്നുമ്പോൾ 4 മതി. ठीक है. അപ്പോൾ ഈ ബ്രഹ്മചാര്യത്തിന് രണ്ടാക്കും നമ്മള്. ഉപഗുരുവാണ് നൈഷ്ഠികൻ എന്ന് പറഞ്ഞ രണ്ടാക്കും. ഉപഗുരുവാണെന്ന് പറഞ്ഞാല് ഈ വേദവിദ്യ അഭ്യസിക്കാനായിട്ട് ഗുരുകുലത്തിൽ പോയിരിക്കുന്ന ബ്രഹ്മചാരിയാണ് ഉപഗുരുവാണഹ. ആ ഉപഗുരുവാണ അവസ്ഥയ്ക്ക് ശേഷം ചിലര് തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകും, ചിലര് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകത്തില്ല. അങ്ങനെ ഇരിക്കുന്നവർ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നുള്ള ആശ്രമത്തിലേക്ക് കയറും. ആ നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് ഹിരണ്യഗർഭലോകം വരെ പോകാനുള്ള അനുവാദം ശാസ്ത്രം കൊടുക്കുന്നുണ്ട്. ചാന്തോക്യത്തിൽ കാണാം. ठीक ഏതാണിത് മന്ത്രം? ത്രയോ ധർമ്മസ്കന്ധ ബ്രഹ്മസംസ്ഥോ അമൃതത്വം ഏതി. ബ്രഹ്മസംസ്ഥനായിരിക്കുന്ന ജ്ഞാനിയെ എടുത്ത് മാറ്റും. അത് സന്യാസിയും ജ്ഞാനിയും എന്നുള്ള ഒറ്റ ഗ്രൂപ്പിലെ വെക്കത്തുള്ളൂ, മാറ്റൂല. അത് മുഖ്യ സന്യാസി എടുത്താൽ കാണിക്കുക. അതുകൊണ്ടാണ് ഈ ഏരിയയൊക്കെ സംസാരിക്കുന്നവർ 2 ഭാഷത്തേക്കും പോയിക്കൊണ്ടേയിരിക്കും. അതിന് ക്ലിയർ കട്ട് പറയണം. പിന്നെ ആരാ? ത്രയോ ധർമ്മസ്കന്ധ 3 പേര് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. ആരൊക്കെ? ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, വാനപ്രസ്ഥൻ, ഉപഗുരുവാണനോ? ഇല്ല, ഉപഗുരുവാണ് അതിൽ പെടൂല. ഉപഗുരുവാണന്റെ കർമ്മം അവന് പുണ്യസമ്പാദനത്തിന് വേണ്ടിയല്ല. അവൻ ശാസ്ത്രം അഭ്യസിക്കുന്ന സമയത്ത് ശാസ്ത്രഗ്രഹണം മാത്രമേ നടക്കുന്നുള്ളൂ, അതിൽ നിന്ന് പുണ്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ അവന് ഊർധ്വ ലോകങ്ങളിലേക്കുള്ള ഗമനത്തിന് ആ ആശ്രമം സഫലമല്ല. പിന്നെയോ ഒന്നുകിൽ അവൻ നൈഷ്ഠികളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഗൃഹസ്ഥനായിരിക്കണം. ठीक ഇങ്ങനെയാണ് വിധാനമുള്ളത്. അതിൽ ത്രയോ ധർമ്മസ്കന്ധ എന്നുള്ളത് നൈഷ്ഠിക ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥനാണ്. പിന്നെ ആരാ മാറിയത്? ബ്രഹ്മസംസ്ഥം അമൃതത്വം വിധി എന്നുള്ള സ്ഥലത്ത് ഏത് സന്യാസിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യ സന്യാസിയാണ് വരുന്നത്, അതായത് ജ്ഞാനിയാണ്. അങ്ങനെയാണ് ബ്രഹ്മസംസ്ഥൻ അങ്ങനെ അമൃതത്വത്തെ പ്രാപിക്കും, ജ്ഞാനി മാത്രം അമൃതത്വത്തെ പ്രാപിക്കും. അത് ശരിക്ക് മുഖ്യ സന്യാസിയായി മാറും. പിന്നെയുള്ള ചർച്ച ബാക്കിയുള്ള, അതായത് ആരാ വേണ്ടത്? അത് കഴിഞ്ഞാല് സന്യാസിയാണ് പക്ഷെ ബ്രഹ്മാകാര വൃത്തിയില്ല. അത് പിന്നെ നമ്മൾക്ക് ഇനി കുറെ കാര്യങ്ങൾ പറയണം. അത് ഉപാസനയായിരുന്നു ബലമെങ്കിൽ ഉപാസ്യ ലോകത്തേക്ക് പോകും. അല്ല അവസാന കാലത്ത് ബ്രഹ്മാകാര വൃത്തിയെ പ്രാപിക്കുന്നുവെങ്കിൽ മുക്തനാവും. ഇനി ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായിട്ടുള്ള അവന്റെ ചര്യ കൊണ്ട് അവൻ ഹിരണ്യഗർഭലോക മുക്തനാവും. ഇങ്ങനെയുള്ള പല ഭേദങ്ങളും പഞ്ചദശ്യാദി ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അതിൽ ആശ്രമത്തിൽ 4ാമത്തെ ആശ്രമമാണ് എന്ത്? സന്യാസം. അതിനാണ് ചതുർത്ഥാശ്രമ രൂപ്യസോ എന്ന് പറയും. 4ാമത്തെ ആശ്രമ രൂപമാണ്. ഇതിൽ ചില സ്ഥലത്ത് കാണാം അത്യാശ്രമി എന്ന്. ഈ 3 ആശ്രമത്തെ അതിക്രമിച്ചിരിക്കുന്ന ജ്ഞാനിയായിരിക്കുന്ന സന്യാസിയെയും നമുക്ക് എന്ത് പറയാം? അത്യാശ്രമി എന്ന് പറയാം. ശരിക്ക് അതാണ് ആര്? ജ്ഞാനിയായിരിക്കും സന്യാസി. അപ്പൊ ജ്ഞാനി എല്ലാ സന്യാസിയോ? അത് ആശ്രമ ധർമ്മരൂപമാണ്. അതുകൊണ്ട് അത്യാശ്രമിയിൽ സന്യാസി പെടത്തില്ല. ചില സ്ഥലത്ത് അത്യാശ്രമം എന്ന് പറഞ്ഞു കളയും. കാരണം ഈ ജ്ഞാനം കിട്ടുന്നത് സന്യാസാശ്രമത്തിലായതുകൊണ്ട് ചെയ്യുന്നതാണ്. വാസ്തവത്തില് സന്യാസിയും ഒരു ആശ്രമത്തിൽപ്പെട്ടതാണ്, അത്യാശ്രമി ആവത്തില്ല. അത്യാശ്രമി എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാണ്, പക്ഷെ ജ്ഞാനിയല്ലേ മുഖ്യ സന്യാസി. അതുകൊണ്ട് ആ ജ്ഞാനി അത്യാശ്രമിയാണ്. പിടികിട്ടിയോ? അല്ലാത്ത ജ്ഞാനി അത്യാശ്രമില്ല, ആശ്രമിയാണ്. അതുകൊണ്ട് തന്നെ ഈ അതിന്റെ ഹൈറാർക്കിയിൽ ടോപ്പിൽ വരുന്നതാണ് സന്യാസി. അതുകൊണ്ട് ഈ കർമ്മകാണ്ഡികൾ ശടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. ഗൃഹസ്ഥനാണ്, ഗൃഹസ്ഥൻ എന്താണ് കർമ്മങ്ങൾ യഥാർത്ഥ ചെയ്യുന്ന ഗൃഹസ്ഥനാണ് സന്യാസിയേക്കാൾ മുഖ്യമെന്ന്. അത് ശാസ്ത്രീയമായിട്ട് വരത്തില്ല, പറഞ്ഞു നടക്കാന്ന് മാത്രം. ഇനി ഈ ഇത്രയും ഭാഗത്തിന്റെ ടീക നോക്കിയോ. അരണ്യം എന്താണ്? കാട്ടുപോവാൻ അല്ല പറഞ്ഞത്. പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം? സ്ത്രീജന അസങ്കീർണം ആശ്രമം. സ്ത്രീജനങ്ങളുടെ സംബന്ധമില്ലാത്ത ആശ്രമമാണ് അരണ്യം എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞത്. സ്ത്രീജനാസങ്കീർണം ആശ്രമത്തെയാണ് അരണ്യം എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യാ? ഗച്ഛേത്, ഗമിക്കൂ.
ഈ ഗ്രന്ഥങ്ങളിലെ ജാതിവാദം, പുരുഷവാദം, പുരുഷ മേധാവിത്വം ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഇല്ല എന്ന് വെറുതെ പറയാണ്. ഇത് പദത്തിന്റെ അർത്ഥം എന്താ? വേദശാസ്ത്ര സ്ഥിതി. വേദത്തിന്റെയും ഏതൊരു ശാസ്ത്രത്തിന്റെയും സ്ഥിതി ഇതാണ്. എന്ത്? സന്യാസിയെ സംബന്ധിച്ച് ജീവിതത്തിലോ മരണത്തിലോ അഭികാംക്ഷ ഇല്ലാതെ സ്ത്രീജനാസങ്കീർണമായിരിക്കുന്ന ആശ്രമത്തെ പ്രാപിക്കുക, അവിടെ ബ്രഹ്മാകാര വൃത്തിയിൽ നിൽക്കുക എന്നുള്ളതാണ്. തതോ അരണ്യവാസ ഉപലക്ഷിതാത് സന്യാസാശ്രമാത്. മന്ത്രത്തിൽ കാണാം തതോന പുനരിയാതെന്ന. തഥ അവിടെ നിന്ന് എന്ന് ഉദ്ദേശിച്ച സ്ഥലം ഏതാ? അരണ്യവാസ ഉപലക്ഷിതമായിരിക്കുന്ന സന്യാസാശ്രമത്തിൽ നിന്ന് എന്നർത്ഥം. അരണ്യവാസം എന്ന് പറഞ്ഞാൽ സന്യാസാശ്രമം. ആ സന്യാസാശ്രമത്തിൽ നിന്ന് ന പുനരിയാത്, തിരിച്ചു വരരുത്. തിരിച്ചു വരാനുള്ള കാരണം എന്താ? കർമ്മശ്രദ്ധയാ, കർമ്മത്തിലുള്ള ശ്രദ്ധ കൊണ്ട് അയ്യോ ഞാൻ കർമ്മം ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് തിരിച്ച് കർമ്മിയാവാൻ പാടില്ല. ന പ്രത്യാവൃത്തി കുതിയാത്, മുന്നോട്ട് പോയ ഒരിക്കലും പിറകോട്ടുള്ള ആശ്രമത്തിലേക്ക് വരാൻ പാടില്ല. പ്രത്യാവൃത്തി എന്ന് പറഞ്ഞത് തിരിച്ചു വരവാ. അപ്പൊ മുന്നോട്ട് ഏതായിരുന്നു? സന്യാസമാണ്. ഇത് ജിജീവിഷ രഹിതസ്യ, ജിജീവിഷ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ഇച്ഛ, തത് രഹിതന് സന്യാസ വിധാനാത്, ജീവിക്കാൻ ഇച്ഛയില്ലാത്തവനാണ് സന്യാസ വിധാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്ത് പറ്റി? ജീവിക്കാൻ ഇച്ഛിക്കുന്നവന് വേണ്ടി ചെയ്തിരിക്കുന്ന കർമ്മം ജീവിക്കാൻ ഇച്ഛിക്കാത്തവന് ചെയ്തിരിക്കുന്ന സന്യാസമായിട്ട് വിരോധമുള്ളത് കൊണ്ട് കർമ്മം സന്യാസിക്ക് വരത്തില്ല. അതുകൊണ്ട് ഇവിടെ ഈ മന്ത്രത്തിലൂടെയും കർമ്മവും കർമ്മത്യാഗവും തമ്മിലുള്ള വിരോധം കാണാം. അതുകൊണ്ട് കർമ്മത്യാഗിയുടെ സന്യാസിയുടെ ജ്ഞാനവും ജീവിക്കാൻ ഇച്ഛയുള്ള കർമ്മിയുടെ കർമ്മവും തമ്മിൽ ഒരിടത്ത് വരത്തില്ല, ഒരേ കർത്താവിൽ വരത്തില്ല. അതുകൊണ്ട് തന്നെ എന്തല്ല, സമുച്ചയം നടക്കത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.